അക്കൗണ്ടൻസി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ കണക്കുകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, എന്തൊക്കെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ വരുന്ന അക്കൗണ്ടുകൾ എന്ന് നമ്മൾ പറഞ്ഞു. ഈ അക്കൗണ്ടുകളിൽ വരുന്ന ചില സെപ്പറേറ്റ് ഐറ്റത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഐറ്റംസ് പറഞ്ഞു, എൻട്രൻസ് ഫീസ്, സബ്സ്ക്രിപ്ഷൻസ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ സബ്സ്ക്രിപ്ഷന്റെ മാത്രമായിട്ടുള്ള കണക്കുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് 8 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് പഠിക്കുന്നത്. അപ്പൊ ഇത് പഠിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, എന്താണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും ഒരു അറിവുണ്ടായിരിക്കണം. അപ്പോ അതിനകത്ത് ഓരോന്നിനകത്തും നമ്മൾ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം മനസ്സിലുണ്ടായിരിക്കണം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇത്രയും അറിഞ്ഞാലേ നമുക്ക് ഈ പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും എല്ലാം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരുമെന്ന് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ, ഈ വർഷത്തെ, അടുത്ത വർഷത്തെ കാര്യങ്ങളെല്ലാം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടുകളിൽ വരുമെന്ന് പറഞ്ഞു. വരുന്നതെല്ലാം അല്ലെങ്കിൽ റെസിപ്റ്റ് കിട്ടുന്നതെല്ലാം ഡെബിറ്റ് ചെയ്യുമെന്നും നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നത് പേയ്മെന്റ്സ് എല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നും വരില്ല എന്ന് നമ്മൾ പഠിച്ചു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഐറ്റം വരില്ല, പകരം റവന്യൂ ഐറ്റംസ് മാത്രമേ വരത്തുള്ളൂ. അതോടൊപ്പം തന്നെ കറണ്ട് ഇയറിലെ, അതായത് ഈ വർഷത്തെ എന്താണോ വരേണ്ടത് അല്ലെങ്കിൽ ഈ വർഷത്തെ കാര്യങ്ങൾ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലെ, കഴിഞ്ഞ വർഷങ്ങളിലെ, അടുത്ത വർഷങ്ങളിലെ കാര്യങ്ങളൊന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു സബ്സ്ക്രിപ്ഷന്റെ കണക്കുകൾ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്ജസ്റ്റ്മെന്റുകൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ് വരില്ല, പക്ഷെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുകളിൽ അഡ്ജസ്റ്റ്മെന്റ് വരുമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് സർപ്ലസ് എന്താണ്, ഡെഫിസിറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇൻകം കൂടുതലാണെങ്കിൽ, എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ ഇൻകം ആണെങ്കിൽ അതിനെ സർപ്ലസ് എന്നും, എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവുമാണെങ്കിൽ അതിനെ ഡെഫിസിറ്റ് എന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ആദ്യത്തെ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. From the following particulars which relate to musical society, prepare receipt and payment account, income and expenditure account for the year ended 31st December 2004 and a balance sheet as on that date. ഇപ്പോ ക്വസ്റ്റ്യൻസിനകത്ത് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അതിനകത്ത് ലയബിലിറ്റീസും അസറ്റും തന്നിട്ടുണ്ട്. ലയബിലിറ്റി സൈഡില് ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് ഉണ്ട്, ക്യാപിറ്റൽ ഫണ്ട് ഉണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ ഈ നോട്ട് ഫോർ ഓർഗനൈസേഷനിൽ നമുക്ക് ക്യാപിറ്റൽ ഇല്ല, പകരം ക്യാപിറ്റൽ ഫണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ആ ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് നമുക്കറിയാം, ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ റെന്റ് നമ്മൾ കൊടുത്തിട്ടില്ല, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. ആ ലയബിലിറ്റിയും ലയബിലിറ്റി സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി സൈഡില് കൊടുത്തിട്ടുണ്ട്. അപ്പോ ലയബിലിറ്റി സൈഡിൽ ആകെ 2 ഐറ്റമേ ഉള്ളൂ, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റും ക്യാപിറ്റൽ ഫണ്ട്. അസറ്റ് സൈഡില് ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്, ആക്രൂഡ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ആക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, അതായത് നമുക്ക് ഇൻകം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻകം നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്ക് ആ ഇൻകം ഉണ്ട്, അത് നമുക്ക് അസറ്റ് ആണ്. നമ്മൾ ചെയ്ത ജോലിക്ക് നമുക്ക് ഇൻകം കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല, അത് നമുക്ക് കിട്ടാനുള്ളതാണ്. അതിനെ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് അല്ലെങ്കിൽ ആക്രൂഡ് ഇൻകം എന്ന് നമ്മൾ പറയും. അത് അസറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ള, ഈ വർഷം കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട് 400 രൂപ.
ലൈബ്രറി ബുക്സ്. നമ്മൾ പറഞ്ഞു ഇത് മ്യൂസിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിളോ അല്ലെങ്കിൽ ഒരു ക്ലബോ ആകാം. ഇവിടുത്തെ ബുക്കുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ അസറ്റ് ആണ്. ലൈബ്രറി ബുക്സ് എന്ന് പറയുന്നത് അവിടുത്തെ അസറ്റ് ആണ്. സോ ആ അസറ്റും തന്നിട്ടുണ്ട്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സും തന്നിട്ടുണ്ട്. അപ്പോ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അതിനകത്ത് ലയബിലിറ്റീസും അസറ്റ്സും തന്നിട്ടുണ്ട്. പിന്നെ ട്രാൻസാക്ഷൻസ് പറയുന്നുണ്ട്. റെസീപ്റ്റ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ 2500, 2500. പ്രൊസീഡ്സ് റിസീവ്ഡ് ഫ്രം എന്റർടൈൻമെന്റ് ആൻഡ് ലെക്ചേഴ്സ്, അതായത് വിവിധ ഇനം കലാപരിപാടികളിൽ നിന്നൊക്കെ നമുക്ക് വിനോദ പരിപാടികളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള 1000 രൂപ. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, നമ്മൾ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തതിന് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ഉണ്ട് ഒരു 475 രൂപ. എൻട്രൻസ് ഫീസ് റിസീവ്ഡ് ഉണ്ട് 1000 rupees. സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഓൾഡ് ചെയർസ്, അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഫർണിച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം അസറ്റ് ആണ്. അതിൽ നിന്നും ചെയർസ്, ബുക്ക് വാല്യൂ 100 രൂപ ബുക്ക് വാല്യൂ ഉള്ള ചെയർസ് 75 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 100 രൂപ ബുക്ക് വാല്യൂ ഉള്ള ചെയർസ് നമ്മൾ വിറ്റിരിക്കുന്നത് വെറും 75 രൂപയ്ക്കാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വഴിയെ പറയാം. രണ്ടാമത്തത് ഇനി അപ്പോ റെസീപ്റ്റ് സൈഡ് എല്ലാം നമ്മൾ പറഞ്ഞു. പേയ്മെന്റ് സൈഡിലോട്ട് പോവുകയാണ്. പേയ്മെന്റ് സൈഡില് റെന്റ് പറഞ്ഞിട്ടുണ്ട്, പ്രിന്റിംഗ് പറഞ്ഞിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റ്സ്, സൺട്രീസ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഫർണിച്ചർ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചു, പക്ഷെ അത് അസറ്റ് ആണ്. ലൈബ്രറി ബുക്ക്, അതും കാശ് കൊടുത്ത് മേടിച്ചു, പക്ഷെ അതും അസറ്റ് ആണ്. കോസ്റ്റ് ഓഫ് എന്റർടൈൻമെന്റ്, വിനോദ പരിപാടികൾക്കുള്ള ചെലവെന്ന് പറയുന്നത് 750 rupees ആണ്. അപ്പോ റെസിപ്റ്റ് നമ്മൾ പറഞ്ഞു, പേയ്മെന്റ് നമ്മൾ പറഞ്ഞു. പിന്നെ ദ ഫോളോയിങ് വെയർ ഔട്ട്സ്റ്റാൻഡിംഗ് എസ് ഓൺ 31st December 2012. കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. പ്രിന്റിംഗ് 75 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. റെന്റ് 100 rupees ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 150 rupees ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സബ്സ്ക്രിപ്ഷൻ 325, 325 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് നിന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ എന്തൊക്കെ വരവുകളുണ്ടോ എന്തൊക്കെ ചെലവുകളുണ്ടോ അതെല്ലാം ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കുമെന്ന് നമ്മൾ പറയും. അവിടെ ക്യാപിറ്റൽ ഐറ്റം എന്നോ റവന്യൂ ഐറ്റം എന്നോ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്, അതും കൂടി ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോ ആദ്യം നമ്മള് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻസ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് അവിടെ റെസീപ്റ്റ് പേയ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് അതെല്ലാം എഴുതാം. അത് കൂടാതെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരുമോ എന്ന് നോക്കണം. റെസീപ്റ്റ് എന്നും പേയ്മെന്റ് എന്നും പറഞ്ഞ ഐറ്റംസ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്കുള്ള ഏതൊക്കെ ഐറ്റംസ് ആണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ വരുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം ഈ റെസീപ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതെല്ലാം റെസീപ്റ്റ് സൈഡിലും പേയ്മെന്റ് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം പേയ്മെന്റ് സൈഡിലും വരേണ്ടതാണ്. പക്ഷേ അത് കൂടാതെ ബാലൻസ് ഷീറ്റില് നമ്മൾ കാണാം ഒരു ക്യാഷ് ഇൻ ഹാൻഡ് എന്നും പറഞ്ഞിട്ട് ഒരു 3000 രൂപ കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ് എന്നും പറഞ്ഞൊരു 3000 രൂപ. ആ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ ഇവിടെ ബാലൻസ് ബ്രോട്ട് ഡൗൺ ആയിട്ട് എഴുതുക. ബാലൻസ് ബ്രോട്ട് ഡൗൺ 3000 rupees. അപ്പോ ലയബിലിറ്റി ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡില് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞൊരു 3000 rupees കൊടുത്തിട്ടുണ്ട്. അത് നമ്മള് അതുപോലെ എവിടെ എഴുതുക, റെസീപ്റ്റ് സൈഡില് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് 3000 rupees കാണിക്കുക. ഇനി റെസീപ്റ്റ് സൈഡിലേക്ക് വരിക. റെസീപ്റ്റ് സൈഡിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം റെസീപ്റ്റിലേക്ക് എടുത്ത് എഴുതുക. സബ്സ്ക്രിപ്ഷൻ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ 2500. പിന്നെ പ്രൊസീഡ്സ് ഫ്രം എന്റർടൈൻമെന്റ് ആൻഡ് ലെക്ചേഴ്സ്
₹1000. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും എടുക്കത്തില്ല. സോ അഡ്ജസ്റ്റ്മെന്റുമായിട്ടുള്ള കണക്കുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. റെസിപ്റ്റ് ആയിട്ട് ഇവിടെ എന്തൊക്കെ പറയുന്നു അതെല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സിമ്പിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് $475. Entrance fees $1,000. പിന്നെ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ് അല്ലെങ്കിൽ ഓൾഡ് ചെയർസ് 75. അപ്പോ ഇത്രയും ഐറ്റംസ് നമുക്ക് റെസിപ്റ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ എടുത്ത് എഴുതിയിരിക്കുന്നത്. ഇവിടെ റെസിപ്റ്റ് സൈഡിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് എഴുതിയിട്ടുള്ളൂ. അത് ബാലൻസ് ഷീറ്റില് എപ്പോഴെങ്കിലും ഇതുപോലെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ നേരെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡില് ഡെബിറ്റ് സൈഡില് ബാലൻസ് ബ്രോട്ട് ഓൺ എന്ന് പറഞ്ഞ് കാണിക്കുക. ബാക്കി റെസിപ്റ്റ് എല്ലാം നമ്മൾ ആ ക്വസ്റ്റ്യൻസിനകത്ത് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് റെസിപ്റ്റ് എന്ന് എടുത്ത് തന്നിട്ടുണ്ട്. അതെല്ലാം അതുപോലെ എഴുതുക. ഇനി പേയ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ റെന്റ് ഉണ്ട്, പ്രിന്റിംഗ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്, സൺട്രീസ് ഉണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്. നമ്മളിവിടെ ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും എല്ലാം നമ്മളിവിടെ എഴുതും. ഇത്രയും ഐറ്റമാണ് നമുക്ക് പേയ്മെന്റ് സൈഡിൽ തന്നേക്കുന്നത്. ആ പേയ്മെന്റ് സൈഡിൽ തന്നേക്കുന്ന അല്ലെങ്കിൽ പേയ്മെന്റ് എന്ന് പറഞ്ഞ് തന്നേക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതി. റെന്റ് ഉണ്ട്, പ്രിന്റിംഗ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്, സൺട്രീസ് ഉണ്ട്, പിന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റി അതൊരു അസറ്റ് ആണ്. നമ്മൾ പറഞ്ഞു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ അങ്ങനെ റവന്യൂ ഐറ്റം എന്നോ ക്യാപിറ്റൽ ഐറ്റം എന്നോ ഡിഫറൻസ് ഇല്ല. ക്യാഷ് കൊടുത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു. സോ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് നമ്മൾ പർച്ചേസ് ചെയ്തു, അത് പേയ്മെന്റ് സൈഡിൽ വന്നു. ഫർണിച്ചർ വാങ്ങി, അതും പേയ്മെന്റ് സൈഡിൽ വന്നു. ലൈബ്രറി ബുക്സ് വാങ്ങി, അതും പേയ്മെന്റ് സൈഡിൽ വന്നു. കോസ്റ്റ് ഓഫ് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമുക്ക് വിനോദ പരിപാടികൾക്ക് ചിലവായ തുക അതും നമ്മള് പേയ്മെന്റ് സൈഡില് തന്നിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് റെസിപ്റ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസിനകത്ത് തന്നിട്ടുണ്ട്. അത് മാത്രം നമ്മൾ എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മാത്രം മതി. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് സിമ്പിൾ അക്കൗണ്ട് ആണ്. ഒരെണ്ണം മാത്രം നമ്മൾ ഇവിടെ അഡീഷണൽ ആയിട്ട് എഴുതി. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡില് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3000 രൂപ 3000 റുപ്പീസ് നമ്മൾ നേരെ റെസിപ്റ്റ് സൈഡിലോട്ട് എടുത്ത് എഴുതി. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്യുക. എത്രയുണ്ടെന്ന് നോക്കുക. 3000, 5500 നമ്മള് റെസിപ്റ്റ് സൈഡും പേയ്മെന്റ് സൈഡും. മെജോറിറ്റി കേസിലും റെസിപ്റ്റ് സൈഡ് തന്നെ ആയിരിക്കും കൂടുതൽ. ഇവിടെയും അതുപോലെ തന്നെ റെസിപ്റ്റ് സൈഡ് കൂട്ടി നോക്കിയപ്പോ നമുക്ക് 8050 കിട്ടി. അതായത് 8050 രൂപ. എന്നാ പേയ്മെന്റ് സൈഡ് നോക്കിയപ്പോ നമുക്ക് 4955 അല്ലെങ്കിൽ 4955 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ 4955 രൂപയാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ റെസിപ്റ്റ് സൈഡ് കൂടുതലും പേയ്മെന്റ് സൈഡ് കുറവുമാണ്. സോ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ബാലൻസ് ക്യാരി ഡൗൺ, എന്നിട്ട് നമ്മൾ 8050 നിന്നും ഈ 4955 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 3095 കിട്ടും.
ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. അവിടെ ക്വസ്റ്റ്യൻസിനകത്ത് റെസീപ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, പേയ്മെന്റ് എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഈ ഒരൊറ്റ കാര്യവും കൂടി, അതായത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ബ്രോട്ട് ഡൗൺ ആയിട്ട് കാണിക്കുക. നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിന്റെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് 3095. അപ്പോ റെസിപ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നതെല്ലാം ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, അല്ലെങ്കിൽ റെസിപ്റ്റ് സൈഡിൽ കാണിക്കുക. പേയ്മെന്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പേയ്മെന്റ് സൈഡിൽ കാണിക്കുക, രണ്ടും കൂടി ബാലൻസ് ചെയ്യുക. അപ്പോ ഇതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് റവന്യൂ ഐറ്റംസ് മാത്രമേ വരത്തുള്ളൂ, അഡ്ജസ്റ്റ്മെന്റുകൾ വരും. ഈ വർഷത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് റെക്കോർഡ് ചെയ്യൂ. അപ്പോ ഇനി അപ്പൊ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് നമ്മൾ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആദ്യം ഏതൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റുകൾ ഉള്ളതെന്ന് നോക്കുക. നമുക്കറിയാം, നമ്മള് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് എല്ലാം എടുക്കാറുണ്ട്, ക്യാപിറ്റൽ ഐറ്റംസ് ഒന്നും എടുക്കത്തില്ല. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് എക്സ്പെൻഡിച്ചർ സൈഡാണ്, അതായത് പേയ്മെന്റ് സൈഡിലേക്ക് വരിക. പേയ്മെന്റ് സൈഡിൽ നമ്മളൊരു റെന്റ് എഴുതിയിട്ടുണ്ട്. റെന്റ് എന്ന് പറയുന്നത് റവന്യൂ ഐറ്റം ആണ്. സോ ആ റെന്റ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കും. സോ ഫസ്റ്റ് ഐറ്റം റെന്റ്. ഇനി റെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് നേരെ, അല്ലെങ്കിൽ റെസീപ്റ്റ് എന്ന് തന്നിട്ടുള്ളതിനകത്ത് നിന്ന് നേരെ നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എഴുതിയപ്പോ റെന്റ് എന്നും പറഞ്ഞ് കാണിച്ചതേ ഉള്ളൂ, കാരണം അവിടെ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും നമ്മളെ എടുക്കില്ല. പക്ഷെ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ എടുക്കും. സോ റെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പേയ്മെന്റ് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നാണ് വേണമെങ്കിൽ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യനകത്ത് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ചില ക്വസ്റ്റ്യനകത്ത് ബാലൻസ് ഷീറ്റ് തരത്തില്ല, പകരം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആയിരിക്കും തരുന്നത്. ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നായിരിക്കണം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് ആദ്യം നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ നിന്നും എക്സ്പെൻഡിച്ചർ സൈഡാണ് നോക്കുന്നത്. നമ്മൾ റെന്റ് എഴുതി. ഈ വർഷം റെന്റ് കൊടുക്കാനുണ്ടായിരുന്നു 100 രൂപ, അതവിടെ കാണിച്ചിട്ടുണ്ട് 700 രൂപ. പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യനകത്ത് ലയബിലിറ്റി സൈഡിൽ ഒരു റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത് നമ്മൾ ഇവിടെ എടുക്കത്തില്ല. അപ്പൊ നിങ്ങൾ ആ ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ് നോക്കിയാൽ മതി. നമുക്ക് തന്നേക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് ആണ് തന്നേക്കുന്നത്. അപ്പോ ആ റെന്റിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് അത് നമ്മൾ ഇവിടെ എടുക്കത്തില്ല. സോ ആ 500 രൂപ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു, ലെസ് ചെയ്തു. 200 രൂപ, 600 രൂപയായിരുന്നു റെന്റ് ആയിട്ട് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ പേയ്മെന്റ് സൈഡിൽ കാണിച്ചിരുന്നത്. ഈ വർഷം ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു 100 രൂപ, അത് കൂട്ടിയപ്പോൾ നമുക്ക് 700 രൂപ കിട്ടി. പിന്നെ ലയബിലിറ്റി സൈഡിൽ കിടക്കുന്ന റെന്റ് അത് കഴിഞ്ഞ വർഷത്തെയാണ്, അതിവിടെ നമ്മൾ എടുക്കത്തില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് ഇപ്പോഴത്തത് മാത്രം, ഈ കറന്റ് ഇയറിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ 500 രൂപ നമ്മൾ കുറച്ച് 200 രൂപ റെന്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് പേയ്മെന്റ് സൈഡിലുള്ളത് പ്രിന്റിംഗ് ആണ്. പ്രിന്റിംഗിലും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടോ എന്ന് നോക്കുക. പ്രിന്റിംഗ് 150. പ്രിന്റിംഗിനും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് ₹75. ആ ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക. ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അഡ്ജസ്റ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നതാണ്, അത് നമ്മൾ ഇവിടെ കാണിച്ചു. പിന്നെ അഡ്വർടൈസ്മെന്റിന് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊന്നും പറഞ്ഞിട്ടില്ല. സോ ആ അഡ്വർടൈസ്മെന്റ് അതുപോലെ എമൗണ്ട് എടുത്ത് കാണിക്കുക, 200 രൂപ. സൺറൈസിനും ഒന്നും പറഞ്ഞിട്ടില്ല, അതും അതുപോലെ കാണിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ റെസിപ്റ്റ് സൈഡില് നമുക്കൊരു പ്രൊസീഡ്സ് ഓഫ് ഓൾഡ് ചെയർ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് സെയിൽ ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഓൾഡ് ചെയർ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയായിരുന്നു. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയായിരുന്നു. നമ്മളിത് കഴിഞ്ഞതിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു അസറ്റ് നമ്മൾ വിൽക്കുമ്പോ അതിന് നഷ്ടമാണ് ഉണ്ടാവുന്നതെങ്കിൽ
ആ നഷ്ടം എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ 100 രൂപ വിലയുള്ള ഒരു ചെയർ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയർ എന്ന് പറയുന്നത് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. ആ അസറ്റില് 100 രൂപ വിലയുണ്ടായിരുന്ന അസറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ കൊടുത്തിരിക്കുന്നത് 75 രൂപയ്ക്കാണ്. അതായത് എന്റെ നഷ്ടം എന്ന് പറയുന്നത് 25 രൂപ. അപ്പോ എനിക്ക് നഷ്ടമുണ്ടായ ആ 25 രൂപ, ലോസ് ഓൺ സെയിൽ ഓഫ് ചെയർ 25 rupees. 100 rupees ബുക്ക് വാല്യൂ ഉണ്ടായിരുന്ന ഒരു ഫർണിച്ചർ ഞാൻ 75 രൂപയ്ക്ക് വിറ്റു. അപ്പോ ആ 25 രൂപ ലോസ് ഞാനത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡില് കാണിക്കണം. അതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്തത് കോസ്റ്റ് ഓഫ് എന്റർടൈൻമെന്റ്. അതിനെക്കുറിച്ചും ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. സോ ആ കോസ്റ്റ് ഓഫ് എന്റർടൈൻമെന്റും അതുപോലെ കാണിക്കുക. 750. പിന്നീട് വേറെ ഒന്നും നമുക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. പേയ്മെന്റ് സൈഡിലുള്ള റെന്റ് എടുത്തിട്ടുണ്ട്, പ്രിന്റിംഗ് എടുത്തിട്ടുണ്ട്, അഡ്വർടൈസിംഗ് എടുത്തിട്ടുണ്ട്, സൺറൈസ് എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് നമ്മൾ എടുക്കത്തില്ല, കാരണം അതൊരു ക്യാപിറ്റൽ ഐറ്റം ആണ്. ഇവിടെ നമ്മൾ റവന്യൂ ഐറ്റം മാത്രമേ എടുക്കുകയുള്ളൂ. ഫർണിച്ചർ എടുക്കില്ല. ഫർണിച്ചർ എന്ന് പറയുന്നത് അസറ്റ് വാങ്ങുന്നതാണ്. അസറ്റ് വാങ്ങുന്നത് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതും നമ്മളിവിടെ എടുക്കില്ല. ലൈബ്രറി ബുക്സ് എടുക്കില്ല. പിന്നെ കോസ്റ്റ് ഓഫ് എന്റർടൈൻമെന്റ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി റെസിപ്റ്റ് സൈഡിലേക്ക് പോവുക. റെസിപ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണക്ക് ചെയ്തതുപോലെ സബ്സ്ക്രിപ്ഷൻ അവിടെ അഡ്ജസ്റ്റ്മെന്റ് നമുക്കറിയാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്നത് 2500 ആണ്. ഇനി ഈ വർഷം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. സബ്സ്ക്രിപ്ഷൻ ഉണ്ട് 325 രൂപ. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് അഡ്ജസ്റ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. അവസാനം 325 രൂപ കൂട്ടുക 2825 രൂപ വരും. പിന്നെയും ഉണ്ട് സബ്സ്ക്രിപ്ഷനെ കുറിച്ച് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡിൽ പറയുന്നുണ്ട് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 400 രൂപ. ആ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആണ്. ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡിൽ കിടക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആണ്. അത് ഇവിടെ എടുക്കില്ല. ഈ വർഷം നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുകയുള്ളൂ. സോ നമ്മൾ ആ സബ്സ്ക്രിപ്ഷൻ ലെസ് ചെയ്യുവാണ്. ലെസ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഓൺ 2011 400 രൂപ. സോ സബ്സ്ക്രിപ്ഷൻ ഇനത്തില് നമ്മള് ഈ വർഷം കാണിക്കേണ്ടുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടുന്ന എമൗണ്ട് 2425 രൂപയാണ്. 2500 രൂപ ഈ വർഷം മൊത്തത്തിൽ കിട്ടിയത്. അതിന്റെ കൂടെ 325 രൂപ ഈ വർഷം കിട്ടേണ്ടിയിരുന്നത്. പിന്നീട് ഒരു 400 രൂപ അത് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ, അത് നമ്മളിവിടെ കുറച്ച് കാണിച്ചു. ഇനി റെസിപ്റ്റ് സൈഡിലുള്ളത് പ്രൊസീഡ്സ് ഫ്രം എന്റർടൈൻമെന്റ് ആൻഡ് ലെക്ചേഴ്സ് ആണ്. അതിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. സോ നമ്മൾ അതുപോലെ എഴുതി. എന്റർടൈൻമെന്റ് ആൻഡ് ലെക്ചേഴ്സ് 1000. ഇനി റെസിപ്റ്റ് സൈഡിലുള്ളത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. അതിന് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 475 രൂപയാണ് റെസിപ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഈ വർഷം അഡ്ജസ്റ്റ്മെന്റിന് അവസാനം കൊടുത്തിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ്. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ആഡ് ആക്രൂഡ്. $150 അഡ്ജസ്റ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതേപോലെ എഴുതി. 625 രൂപ. പിന്നീട് ബാലൻസ് ഷീറ്റില് ആക്രൂഡ് ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞൊരു 125 രൂപ കൊടുത്തിട്ടുണ്ട്. അതായത് അത് കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടേണ്ടിയിരുന്ന എമൗണ്ട് ആണ്.
പക്ഷെ അത് ലയബിലിറ്റി സൈഡില് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അത് കഴിഞ്ഞ വർഷം ലയബിലിറ്റി സൈഡിലല്ല അസറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടേണ്ടുന്ന എമൗണ്ട് ആണ് ഈ 125 രൂപ. ആ എമൗണ്ട് നമുക്ക് ഇവിടെ കാണിക്കേണ്ടുന്ന കാര്യമില്ല. നമുക്ക് ഈ വർഷം കിട്ടാനുള്ള 150 രൂപ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞ വർഷം കിട്ടാനുള്ള 125 രൂപ നമ്മൾ കുറയ്ക്കണം. 500 രൂപ നമ്മളിവിടെ കാണിച്ചു. പിന്നീട് വേറെ ഉള്ളത് എൻട്രൻസ് ഫീസ് ആണ്. എൻട്രൻസ് ഫീസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ ആ എൻട്രൻസ് ഫീസ് അതേപോലെ നമ്മൾ എഴുതി. ഇത്രയുമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് നമുക്ക് കാണിക്കാനുള്ളത്. നമ്മൾ ആദ്യം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എഴുതി, അതിനുശേഷം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതിയത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് ഒരു ഐറ്റം എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് കാണിക്കും. ആ അഡ്ജസ്റ്റ്മെന്റുകളില് കഴിഞ്ഞ വർഷത്തെ ഒരു കാര്യങ്ങളും നമ്മൾ എടുക്കില്ല, അതെല്ലാം നമ്മൾ ലെസ് ചെയ്ത് കളയും. കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ളത് എന്തെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലെസ് ചെയ്ത് കളയും. നമ്മൾ എടുക്കുന്നത് ഈ വർഷത്തെ കറന്റ് ഇയറിൽ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് റെന്റ് നമുക്ക് ഈ വർഷം കൊടുക്കാനുള്ള റെന്റ് കൂട്ടിയിട്ട് കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ള റെന്റ് ബാലൻസ് ഷീറ്റിൽ തന്നേക്കുന്നത് നമ്മൾ കുറച്ചത്. അതുപോലെ തന്നെയാണ് പ്രിന്റിങ്, അത് ഈ വർഷം കൊടുക്കാനുള്ള ഒരു 75 രൂപ നമ്മൾ കൂട്ടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടാനുള്ളത് 325 രൂപ, കഴിഞ്ഞ വർഷം കിട്ടാനുള്ള 400 രൂപ നമ്മൾ ഇവിടെ കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിന്റെ കാര്യത്തിലും 475 രൂപയായിരുന്നു ഈ വർഷം മൊത്തത്തിൽ ഇൻട്രസ്റ്റിന്റെ ഇനത്തിലുള്ളത്. അതിൽ 150 രൂപ ഈ വർഷം ഇനിയും കിട്ടാനുണ്ട്. 125 രൂപ കഴിഞ്ഞ വർഷത്തെയാണ്, അതിവിടെ കുറച്ചിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് കഴിഞ്ഞ വർഷത്തെയോ അടുത്ത വർഷങ്ങളിലെ കാര്യങ്ങളൊന്നും എടുക്കില്ല, ഈ വർഷത്തെ കാര്യങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ. ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കുന്നത്. റവന്യൂ ഐറ്റംസ് നമ്മൾ ഫർണിച്ചറോ ക്യാപിറ്റൽസോ അങ്ങനെ ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. റവന്യൂ ഐറ്റംസ് മാത്രമേ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇനിയാണ് ഇത് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ, എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതിയിട്ടുണ്ട്. റെന്റ് 600 രൂപ ഈ വർഷത്തത് 100 രൂപ, ഈ വർഷം കിട്ടാനുള്ളത് 700 രൂപ കിട്ടി. അതിനകത്ത് നിന്ന് 500 രൂപ കഴിഞ്ഞ വർഷം കിട്ടാനുള്ള 500 രൂപ അല്ലെങ്കിൽ കൊടുക്കാനുള്ള 500 രൂപ നമ്മൾ കുറച്ചു. പ്രിന്റിങ് 150 രൂപയാണ് ഈ വർഷം ഉള്ളത്. അതിന്റെ കൂടെ 75 രൂപ കൊടുക്കാനുണ്ട്, അതും കൂടെ കൂട്ടി നമ്മൾ കാണിച്ചു. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ആണ്, ചെലവാണ്, അതിനെക്കുറിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, എമൗണ്ട് അതേപോലെ കാണിച്ചു. സൺട്രീസ് അതിനെക്കുറിച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊന്നും പറഞ്ഞിട്ടില്ല, അതും അതേപോലെ കാണിച്ചു. പിന്നെ ഇവിടെ ലോസ് ഓൺ സെയിൽ ഓഫ് ചെയർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഏതെങ്കിലും ഒരു അസറ്റ് വാങ്ങിയതിനു ശേഷം പിന്നീട് അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടായാൽ നമ്മളത് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണം. ലാഭമാണെങ്കിൽ അത് ഇൻകം സൈഡിൽ കാണിക്കണം. ഇപ്പോ നഷ്ടമായതുകൊണ്ട് ഞാൻ അതിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു, എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിച്ചു. അതിനുശേഷം കോസ്റ്റ് ഓഫ് എന്റർടൈൻമെന്റ്, അവിടെ അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ല, നമ്മൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻകം സൈഡില് സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടാനുള്ളത് കൂട്ടിയിട്ട് കഴിഞ്ഞ വർഷം കിട്ടാനുള്ളത് നമ്മൾ കുറച്ചിട്ടുണ്ട്. പ്രൊസീഡ്സ് ഫ്രം എന്റർടൈൻമെന്റ് ആൻഡ് ലെക്ചേഴ്സ് അതിനെക്കുറിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, അതും അതുപോലെ കാണിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഈ വർഷം കിട്ടാനുള്ളത് കൂട്ടിയിട്ട് കഴിഞ്ഞ വർഷം കിട്ടാനുള്ളത് നമ്മൾ കുറച്ചിട്ടുണ്ട്. എൻട്രൻസ് ഫീസും ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഇനിയൊന്നും ചെയ്യാൻ ഇല്ല. ഓക്കെ, നമ്മളിപ്പോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് ഇൻകം സൈഡിലും എക്സ്പെൻഡിച്ചർ സൈഡിലും വരുന്ന സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അഡ്ജസ്റ്റ് ചെയ്തപ്പോ നമുക്ക് ഇൻകം സൈഡ് കൂടുതൽ, അതായത് ഇൻകം സൈഡില് 4925 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിൽ കിട്ടിയിരിക്കുന്നത് 1455 രൂപയാണ്. ഇൻകം സൈഡില് 4925 4925 എക്സ്പെൻഡിച്ചർ സൈഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1455 അല്ലെങ്കിൽ 1455. സോ നമുക്കറിയാം നമ്മുടെ ഇൻകം സൈഡ് കൂടുതലും നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമാണ്.
സോ ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമാണെങ്കിൽ നമ്മൾ അതിനെ സർപ്ലസ് എന്ന് പറയും. അതായത് ഈ 4925 4925 മൈനസ് 1455 സർപ്ലസ് എന്ന് പറയുന്നത് 3470. അപ്പോ 4925 രണ്ട് സൈഡ് നമ്മൾ കാണിച്ചു. അപ്പോ ഇൻകം സൈഡാണ് കൂടുതൽ, എക്സ്പെൻഡിച്ചർ സൈഡ് കുറവാണ്. നമ്മൾ എന്ത് ചെയ്തു? ഇൻകം കൂടുതലുള്ള ഇൻകം സൈഡിൽ നിന്ന് കുറവുള്ള എക്സ്പെൻഡിച്ചർ സൈഡ് കുറച്ചിട്ട് ആ എമൗണ്ട് സർപ്ലസ് ആയിട്ട് കാണിച്ചു 3470. ഈ കിട്ടിയ സർപ്ലസ് നമ്മുടെ ബാലൻസ് ഷീറ്റില് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്നും കുറച്ച് കാണിക്കാം. അപ്പൊ ഇവിടെ സർപ്ലസ് ആയതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. അപ്പോ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പൊ നമ്മൾ പേയ്മെന്റ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പറഞ്ഞു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ബാലൻസ് ഷീറ്റിനെ കുറിച്ചാണ്. ബാലൻസ് ഷീറ്റില് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ ഫണ്ട് ചില സമയങ്ങളിൽ തരില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യത്തെ ക്ലാസ്സില്. ക്യാപിറ്റൽ ഫണ്ട് തന്നില്ലെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിച്ച് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി സൈഡ് ചെയ്യുമ്പോൾ ഈ വർഷം എന്തെങ്കിലുമൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ അതിവിടെ കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ലയബിലിറ്റി സൈഡില് കാണിക്കണം. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, പ്രിന്റിംഗ് 75 rupees ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ കൊടുക്കാനുള്ളതാണ് ഒരു 75 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം കൊടുക്കാനുള്ളതാണ്. അതൊരു ലയബിലിറ്റി ആണ്, കൊടുത്തു തീർക്കാനുള്ള എമൗണ്ട് ആണ് ആ പ്രിന്റിംഗ് 75 രൂപ. അത് ലയബിലിറ്റി ആണ്. റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് ഒരു 100 രൂപ. നമുക്കറിയാം റെന്റ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടുന്നതാണ്. സോ 100 രൂപ റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ്, അതായത് ഇതുവരെ നമ്മൾ കൊടുത്ത് തീർത്തിട്ടില്ല. ആ 100 രൂപയും കൂടി ഈ വർഷം കൊടുക്കാനുണ്ട്. സോ അതും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ആണ്. പിന്നീടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, അത് ഇൻകം ആണ്. സബ്സ്ക്രിപ്ഷൻ, അതും ഇൻകം ആണ്. സോ നമുക്കുള്ള രണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻസ് ആണ്. സോ നമ്മളത് ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡില് പ്രിന്റിങ്ങും അതോടൊപ്പം തന്നെ റെന്റും. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് 100, സോറി 100 അല്ല 70 രണ്ടും കാണിച്ചു. പിന്നീട് അപ്പോ നമ്മൾ ലയബിലിറ്റി സൈഡില് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ ആ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഈ ക്വസ്റ്റ്യനില് രണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഈ വർഷം കൊടുത്തു തീർക്കാനുള്ള രണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഉണ്ട്. ഒന്ന് റെന്റും ഒന്ന് പ്രിന്റിങ്ങും. അത് നമ്മുടെ ലയബിലിറ്റി സൈഡിൽ അതുപോലെ കാണിച്ചു. വേറെ എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുക ക്വസ്റ്റ്യനകത്ത്. മറ്റു ലയബിലിറ്റീസ് ഒന്നും ക്വസ്റ്റ്യൻസിനകത്ത് ഇല്ല, മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയുള്ളത്, അപ്പോ വേറെ ഒരു ലയബിലിറ്റീസിനെ കുറിച്ചൊന്നും പറയാത്തത് കൊണ്ട് നമ്മളിവിടെ ക്യാപിറ്റൽ ഫണ്ട്, നമുക്ക് ആ ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് ബാലൻസ് ഷീറ്റിനകത്ത് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ക്യാപിറ്റൽ ഫണ്ട് എഴുതുക. 16,000. ആ ക്യാപിറ്റൽ ഫണ്ട് 16,000 രൂപ എന്നുള്ള ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ സർപ്ലസ് ആഡ് ചെയ്യുക. ഡെഫിസിറ്റ് ആണെങ്കിൽ ഡെഫിസിറ്റ് കുറയ്ക്കുക. ഇവിടെ സർപ്ലസ് ആയതുകൊണ്ട് നമ്മൾ ആ സർപ്ലസ് ആഡ് ചെയ്യും. സർപ്ലസ് നമുക്ക് കിട്ടിയത് 3470 ആയിരുന്നു. സോ
ക്യാപിറ്റൽ എന്ന് പറയുന്നത് 19,470 19,470 രൂപയാണ് നമ്മളുടെ ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഇനി അപ്പോ ലയബിലിറ്റി സൈഡ് എല്ലാം കഴിഞ്ഞു. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഉണ്ടായിരുന്നതെല്ലാം നമ്മൾ എഴുതി. ലയബിലിറ്റീസ് വേറൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ലയബിലിറ്റീസ് ഒന്നുമില്ല. പിന്നീടുള്ളത് ക്യാപിറ്റൽ ഫണ്ട് മാത്രം. ഇനി അസറ്റ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ലയബിലിറ്റിയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഉള്ളതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. നമുക്കറിയാം ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷനും ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗും ഉണ്ട്, അതോടൊപ്പം തന്നെ ആക്രൂഡ് ഇൻകവും ഉണ്ട്. അതിനു മുൻപ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോ നമുക്കൊരു ബാലൻസ് ക്യാരി ഡൗൺ ഒരു 3,095 കിട്ടിയിരുന്നു. ആ 3,095 നമ്മളിവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് കാണിക്കുക. സോ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ അസറ്റിൽ ആദ്യം എഴുതേണ്ടത് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണോ അത് ഇവിടെ കാണിക്കുക, അസറ്റ് സൈഡില് കാണിക്കുക. അതിനുശേഷം നമുക്കുണ്ടായിരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ഇവിടെ കാണിക്കുക. നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 325 രൂപയാണ്. ക്വസ്റ്റ്യന്റെ അവസാന അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ 325, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഇതുവരെ നമ്മുടെ കയ്യില് കിട്ടിയിട്ടില്ല. ആക്രൂഡ് ആണ്, ഇൻകം ഏൺ ബട്ട് നോട്ട് റിസീവ്ഡ്. അത് ഈ വർഷം കിട്ടാനുള്ളതാണ്, അതുകൊണ്ട് അതൊരു അസറ്റ് ആണ്. നമ്മൾ ആ എമൗണ്ട് ഇവിടെ കാണിക്കുന്നു 150 രൂപ. അപ്പോ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം കിട്ടാനുണ്ടായിരുന്ന എമൗണ്ട് നമ്മൾ രണ്ടും ഇവിടെ എഴുതി. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷനും ആക്രൂഡ് ഇൻട്രസ്റ്റ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അസറ്റുകൾ, വേറെ അഡ്ജസ്റ്റ്മെന്റുകൾ ഇവിടെ ഒന്നും പറയുന്നില്ല ഈ വർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ വർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡും എഴുതിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനി ഏതൊക്കെയാണ് അസറ്റുകൾ എന്ന് നോക്കുക. നമുക്കറിയാം ഇവിടെ അസറ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്നത് ഫർണിച്ചർ, ലൈബ്രറി ബുക്സ് ഉണ്ട്, പിന്നീട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്. അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇവിടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് രണ്ടിടത്ത് പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റില് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒരു 10,000 റുപ്പീസ് കിടപ്പുണ്ട്. അതിന്റെ കൂടെ ഈ വർഷവും കൂടി നമ്മൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിയിട്ടുണ്ട്. അതായത് ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് സൈഡില്, അതിന്റെ പേയ്മെന്റ് സൈഡില് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്നും പറഞ്ഞിട്ട് 2,500 രൂപ കാണിക്കുന്നുണ്ട്. അതായത് ഈ വർഷം നമ്മള് 2,500 രൂപയുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് അസറ്റ് ആണ്, നമ്മൾ അത് അവിടെ കാണിച്ചു. 10,000 കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്ന എമൗണ്ട്. 10,000 എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. 2,500 എന്ന് പറയുന്നത് ഈ വർഷം നമ്മൾ പർച്ചേസ് ചെയ്തത്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അത് പേയ്മെന്റ് സൈഡിലാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് അസറ്റ് പർച്ചേസ് ചെയ്തേക്കുവാണ്, അതുകൊണ്ടാണ് അത് പേയ്മെന്റ് സൈഡിൽ വന്നേക്കുന്നത്. പക്ഷെ അതൊരു അസറ്റ് ആണ്. 10,000 റുപ്പീസ് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് പ്ലസ് 2,500 ഈ വർഷം നമ്മൾ പർച്ചേസ് ചെയ്തത്. സോ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന നമ്മുടെ അസറ്റ് മൊത്തത്തിന് 12,500 റുപ്പീസ്. പിന്നീടുള്ളത് ലൈബ്രറി ബുക്സ് ആണ്. ലൈബ്രറി ബുക്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബാലൻസ് ഷീറ്റില് ലൈബ്രറി ബുക്സിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 1,500 ആണ്. ഈ വർഷം പേയ്മെന്റ് സൈഡിൽ ലൈബ്രറി ബുക്സ് ആയിട്ട് ഒരു 300 റുപ്പീസ് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്യണം. ആഡ് 300. ഇവിടെ ലൈബ്രറി ബുക്സ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് 1,500. ഈ വർഷത്തെ ബാലൻസ്, അതായത് ഈ വർഷം നമ്മൾ പർച്ചേസ് ചെയ്തത് 300 രൂപയ്ക്ക് 300 റുപ്പീസിന് മൊത്തത്തിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് 1,800. പിന്നീട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്
ഫർണിച്ചർ പറഞ്ഞില്ല, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പറഞ്ഞു, ലൈബ്രറി ബുക്സ് പറഞ്ഞു. ഇനിയുള്ളത് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 1475 പ്ലസ് കഴിഞ്ഞ വർഷത്തെ, നമ്മൾ എപ്പോഴും ബാലൻസ് ഷീറ്റും കൂടി കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റും കൂടി നോക്കണം. അസറ്റ് എഴുതുമ്പോൾ അതും കൂടി ചേർത്ത് വേണം, ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. സോ 1475 അല്ലെങ്കിൽ 1475 എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് പ്ലസ് ഈ വർഷം ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട് ഒരു 400 റുപ്പീസ്. അപ്പോ കഴിഞ്ഞ വർഷത്തെ ഫർണിച്ചർ ബാലൻസ് 1475 അല്ലെങ്കിൽ 1475 പ്ലസ് ഈ വർഷം പർച്ചേസ് ചെയ്ത 400. പിന്നീട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കണക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന അസറ്റിൽ നിന്നും 100 രൂപയുടെ ബുക്ക് വാല്യൂ ഉള്ള അസറ്റ് 75 രൂപയ്ക്ക് വിറ്റു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. 75 രൂപയ്ക്ക് വിറ്റ ആ ബുക്ക് വാല്യൂ അല്ലെങ്കിൽ 100 രൂപ ബുക്ക് വാല്യൂ ഉള്ള 100 റുപ്പീസ് ബുക്ക് വാല്യൂ ഉള്ള ആ അസറ്റ് നമ്മൾ 75 റുപ്പീസ് അല്ലെങ്കിൽ 75 രൂപയ്ക്ക് വിറ്റപ്പോ 25 രൂപ നമുക്ക് നഷ്ടം വന്നു. രൂപ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ കാണിച്ചു. ഇനി ഇവിടെ ബാലൻസ് ഷീറ്റില് നമ്മള് അസറ്റ് അല്ലെങ്കിൽ ഫർണിച്ചർ എന്ന് പറയുന്നത് 1475 രൂപ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് പ്ലസ് 400 ഈ വർഷം നമ്മൾ വാങ്ങിയത് മൈനസ് 100. 75 രൂപയ്ക്കാണെങ്കിൽ വിറ്റതെങ്കിലും അതിന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണ്. സോ നമ്മള് ആ 100 റുപ്പീസ് ഇവിടെ കൃത്യമായിട്ട് കുറച്ച് കാണിക്കണം. 1475 പ്ലസ് 400 1875 മൈനസ് 100 1775. അപ്പോ ഫർണിച്ചർ 1475 രൂപ കഴിഞ്ഞ വർഷത്തത്, 400 രൂപ ഈ വർഷം പർച്ചേസ് ചെയ്തത്, 100 രൂപ വിറ്റത് നമ്മള് കുറച്ചു. അപ്പോ ഇത്രയുമാണ് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. പിന്നീട് ക്യാപിറ്റൽ ഫണ്ട് കാണിക്കുക. ആ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ സർപ്ലസ് ആണെങ്കിൽ സർപ്ലസ് കൂട്ടുക, ഡെഫിസിറ്റ് ആണെങ്കിൽ ഡെഫിസിറ്റ് കുറയ്ക്കുക. അസറ്റ് സൈഡിലേക്ക് വരുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് 3095 നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അത് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്നും പറഞ്ഞ് കാണിക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം വല്ലതും ഈ വർഷം കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കാണിച്ചപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് ഈ വർഷം കൊടുത്തു തീർക്കേണ്ടുന്ന ലയബിലിറ്റീസ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിച്ചു. സോ ഈ വർഷം കിട്ടേണ്ടുന്ന അസറ്റുകൾ അല്ലെങ്കിൽ ഇൻകം, നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുക. പിന്നീട് അസറ്റുകൾ ഓരോന്നായിട്ട് എഴുതിയെടുക്കുമ്പോ അല്ലെങ്കിൽ നോട്ട് ചെയ്യുമ്പോ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റും കൂടി നോക്കി ഈ വർഷം വാങ്ങിച്ചതും കൂടി ചേർത്ത് വേണം എഴുതാൻ. ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കുറച്ചിട്ട് വേണം ബാലൻസ് ഷീറ്റിൽ കാണിക്കാനായിട്ട്. ഇവിടെ 1475 രൂപ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഉണ്ടായിരുന്നു. 400 രൂപ നമ്മൾ ഈ വർഷം വാങ്ങി, പിന്നീട് 100 രൂപയുടേത് നമ്മൾ വിറ്റു. ഇത് കഴിഞ്ഞ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മള് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും നോക്കിയപ്പോ നമുക്ക് 90,645 കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എഴുതുക. ബാലൻസ് ഷീറ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എഴുതുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരയ്ക്കുക, അതിനുശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ചില കണക്കുകളിൽ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടായിരിക്കത്തില്ല, പകരം റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് ആണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും ചെയ്യാം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോ ഇപ്പോ നമ്മൾ ഇന്ന് പഠിച്ചതില് ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വീട്ടിൽ പോയി ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഇത് ചെയ്ത് നോക്കാതെ നമുക്ക് ഒരിക്കലും പഠിക്കാനായിട്ട് സാധിക്കത്തില്ല. 1-2 തവണ നന്നായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇത് മനസ്സിലാവൂ. സോ ആദ്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്തു നോക്കുന്നതിന് മുൻപായിട്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്,
ഇത് മൂന്നിലും വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, എങ്ങനെയുള്ള ഐറ്റംസ് ആണ് എന്നുള്ള കാര്യം കൃത്യമായി പഠിച്ചതിന് ശേഷം ഇത് ചെയ്തു നോക്കുക. നമ്മൾ ചെയ്തു വരുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. അപ്പോ ഇത് കൃത്യമായിട്ട് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ബാലൻസ് ഷീറ്റ് ഇതാണ് നമുക്ക് അവസാനം കിട്ടിയത് 19,645. അപ്പോ ഈ പ്രോബ്ലം എല്ലാവരും ചെയ്തു നോക്കുക.